ഖുർആൻ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ലോകാത്ഭുതങ്ങൾ ഏതാണെന്ന് പരിശോധിക്കുമ്പോൾ ഇന്റർനെറ്റ് നമുക്ക് നൽകുന്ന ആൻസർ ഉണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം വലിയ അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. വിമർശകരെ പോലും അതിൻ്റെ അനുയായിയാക്കി മാറ്റിയ സുന്ദരമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം, അതിൻ്റെ ഭീതി ഒരാളുടെ മനസ്സിൽ ജനിച്ചപ്പോൾ ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ അപകടമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ അയാൾ പേനയെടുത്ത് പുസ്തകം രചിക്കാൻ തുടങ്ങി. ബൈബിളും ഖുർആനും മാറ്റി മാറ്റി വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായന നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം രചിക്കാൻ ആരംഭിക്കുന്നത്. പുസ്തക രചനയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ മഹനീയത എന്ന് പറയുന്നത് അവിടെയാണ്. തൻ്റെ 16-ാമത്തെ വയസ്സിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെ പ്രബോധന ചുമതല ഏറ്റെടുത്ത് റസൂലിന്റെ അനുയായിയായി മദീനയിലെത്തിയപ്പോൾ അവിടെ അറിയപ്പെട്ട ഗോത്രത്തിന്റെ തലവനായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മിസ്അബിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ സമുദായത്തിൽ ഭിന്നതയും ഉണ്ടാക്കും എന്ന ചർച്ച വ്യാപകമായപ്പോൾ സഅദ് ഇബ്നു മുആദ് ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹുവിനെ മിസ്അബിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് പ്രബോധന ദൗത്യം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. താങ്കളുടെ ഇസ്ലാമിന്റെ ദഅവത്ത്, താങ്കൾ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ പ്രവർത്തനം നിർത്തിവെച്ചില്ലെങ്കിൽ താങ്കളെ കൊല്ലുമെന്ന ഭീഷണിയാണ് ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അതിനു മുമ്പാണ്, മിസ്അബിനോട് പറയാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. പക്ഷേ ഉസൈദ് ഇബ്നു ഖുദൈർ മിസ്അബ് റളിയല്ലാഹു അൻഹുമായിട്ട് സംസാരിച്ചപ്പോൾ മിസ്അബ് റളിയല്ലാഹു അൻഹു ഉസൈദിന് ഖുർആൻ ഓതി കൊടുക്കുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യാൻ. തിരിച്ച് നാട്ടിലെത്തി സഅദ് ഇബ്നു മുആദിനോട് താൻ ഇസ്ലാം സ്വീകരിച്ച വാർത്തയും താൻ കേട്ട അത്ഭുത ഗ്രന്ഥം അത് ദൈവികമാണ് എന്ന് പറയുകയും ചെയ്ത ഉസൈദിന്റെ വാക്കുകളിൽ അസംതൃപ്തി ഉണ്ടായ സഅദ് ഇബ്നു മുആദ് നേരിട്ട് വന്ന് മിസ്അബിനോട് തന്റെ ഭീഷണി അറിയിക്കുകയാണ്. താങ്കളുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം ഇവിടെ കുഴപ്പങ്ങൾക്കും ചിത്രതകൾക്കും കാരണമാകുമെന്ന് നേരിട്ട് അറിയിക്കുകയും താങ്കൾ ഈ ദൗത്യം പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ മിസ്അബ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മുആദിന് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത സന്ദർഭത്തിൽ സഅദ് ഇബ്നു മുആദ് മിസ്അബിനോട് ചോദിക്കുകയാണ്, ഈ മതം സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ പഠിപ്പിക്കുന്ന മിസ്അബിനോട് ഈ ദൗത്യം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഭീഷണിയുമായി വന്ന വ്യക്തിയാണ് ഈ മതം സ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത്. അതാണ് ഈ ഖുർആനിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഈ ഖുർആൻ മനുഷ്യനെ മാത്രമല്ല സ്വാധീനിച്ചത്, ഈ ഖുർആൻ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു തന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുതിര ഖുർആൻ ഓത്ത് കേൾക്കുമ്പോൾ കെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് ഓടിക്കളിക്കുകയാണ്, ചാടിക്കളിക്കുകയാണ്. ഓത്ത് നിർത്തുമ്പോൾ അത് ശാന്തമാകുന്നു. ഖിറാഅത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് ഇതുപോലെ ചാടിക്കളിക്കാൻ തുടങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തിൽക്കൽ മലായിക, അത് മലക്കുകളാണ്. താങ്കൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രവിക്കാൻ വേണ്ടി ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുന്നത് കൊണ്ടാണ് ആ മൃഗം പോലും ചാടിക്കളിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മലായിക്കത്തുകളിൽ അതിന്റെ സ്വാധീനം, ജിന്നുകളിൽ ഖുർആനിന്റെ സ്വാധീനം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിന്റെ 1-ാമത്തെ ആയത്ത് തന്നെ എന്താണ്? ജിന്നുകൾ യഥേഷ്ടം വിഹരിക്കുമായിരുന്നു ആകാശലോകത്ത്. ഒരു സമയത്ത് അവർക്ക് ആകാശ ലോകത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം. അവര് വിചാരിച്ചു ഭൂമിയിൽ എന്തോ വിപത്ത് വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭൂമിയിൽ പരക്കെ എന്താണ് മാറ്റമുണ്ടായത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. അങ്ങനെ പ്രവാചകന്റെ സദസ്സിൽ അവർ വന്നിരുന്നു.
വിശുദ്ധ ഖുർആൻ കേട്ടു. വിശുദ്ധ ഖുർആൻ കേട്ടവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു, അവരുടെ ആളുകളിലേക്ക് തിരിച്ചു പോയിട്ട് അവർ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. ഇത് അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്താണ് ഖുർആന്റെ പ്രത്യേകത? യഹ്ദീ ഇലർ റുശ്ദി ഫമന്നാ ബി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. അത് നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. അത് നേർമാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ ഒരിക്കലും പടച്ച റബ്ബിൽ ശിർക്ക് ചെയ്യുകയില്ല എന്നാണ് ജിന്നുകൾ പറഞ്ഞത്. ഇപ്പൊ മലക്കുകളിലുണ്ടായ സ്വാധീനം, ജിന്നുകളിലുണ്ടായ സ്വാധീനം. ഇനി ഈ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് പറയാണ്, ഇബ്നു മസ്ഊദ്, എനിക്ക് നിങ്ങൾ ഖുർആൻ ഓതി തരണം. അങ്ങനെ അദ്ദേഹം ഖുർആൻ ഓതി തുടങ്ങി. സൂറത്ത് നിസാ ഓതി. 41-ാമത്തെ ആയത്തെത്തി. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. പ്രവാചകരെ, എല്ലാ നബിമാരെയും ഞാൻ പരലോകത്ത് കൊണ്ടുവരും. അതത് സമുദായത്തിന് സാക്ഷിയായിട്ട്. നബിയെ, നിങ്ങളുടെ സമുദായത്തിന് സാക്ഷിയായി നിങ്ങളെ ഞാൻ കൊണ്ടുവരും. ഇത് എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി മതി, ഓതണ്ട, ഹസ്ബുക്കൽ ആൻ, ഇത്ര മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, കുറച്ച് സൗണ്ട് കുറക്കുക. നബിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിയിരുന്നു. നബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എന്നാണ്. ഈ ഖുർആൻ ഇറങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പോലും ഖുർആൻ സ്വാധീനിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിറങ്ങി, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണ്. അല്ല, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീയാണ് അസീസും ഹക്കീമുമായ റബ്ബ്. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിനെ പടച്ചോനെ നീ ശിക്ഷിക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പ്രാർത്ഥിക്കാൻ ഈ ആയത്തിറങ്ങിയപ്പോൾ അല്ലാഹുമ്മ ഉമ്മത്തി അല്ലാഹുമ്മ ഉമ്മത്തി എന്ന് പറഞ്ഞ് കരയാണ്. അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞേക്കാണ്, എന്താണ് ഈ കക്ഷിക്ക് പറ്റിയത്, എന്തിനാണ് അദ്ദേഹം കരയുന്നത്? അള്ളാഹ്ക്ക് അറിയാം. എന്നിട്ടും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞയക്കുകയാണ്. എന്തേ? അള്ളാഹുവിന്റെ പ്രവാചകൻ കരയാണ് ആയത്തിറങ്ങിയപ്പോൾ. ഇപ്പൊ ഖുർആൻ ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പോലും വലിയ സ്വാധീനമാണ് ഖുർആൻ ഉണ്ടാക്കിയത്. മാത്രമല്ല, ഖുർആൻ പറയുന്നുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ ആ മല പോലും തകർന്ന് തരിപ്പണമാകും അങ്ങേയറ്റത്തെ ഭയഭക്തി കാരണത്താൽ. ഇപ്പൊ മലക്കുകള്, ജിന്നുകള്, പ്രവാചകന്മാര്, മനുഷ്യന്മാര്, ജമാഅത്തുകൾ, ജീവനില്ലാത്ത സാധനങ്ങൾ വരെ ഈ ഖുർആനിന്റെ സ്വാധീനത്തിൽ പെടുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസിയുടെ ജീവിതത്തിലെ വല്ലാത്തൊരു ആസ്വാദനത്തിന്റെ തലമാണ് ഖുർആൻ. വിശ്വാസിയുടെ മുന്നിൽ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ അവൻ അതിൽ ലയിച്ചു പോവുകയാണ്. അതിന്റെ മാറ്റം അവന്റെ കണ്ണുകൾ പ്രകടിപ്പിക്കുകയാണ്, അവന്റെ തൊലികൾ പ്രകടിപ്പിക്കുകയാണ്, അവന്റെ ജീവിതം പ്രകടിപ്പിക്കുകയാണ്. അത്ര മനുഷ്യനെ സ്വാധീനിക്കുന്ന എന്ത് ശക്തിയാണ് ഈ ലോകത്തുള്ളത്? ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറയാം, وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ.
5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 83-ാമത്തെ ആയത്ത്. വഇദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ് ദമഅ. പ്രവാചകൻ ഇറക്കപ്പെട്ട ഖുർആൻ അവർ കേട്ടുകഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ ഇങ്ങനെ ധാരധാരയായി നിറഞ്ഞൊഴുകും. റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു, സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വഹാബത്ത് കരഞ്ഞിട്ട് മദീന പള്ളി അത് പ്രകമ്പനം കൊള്ളുന്ന സാഹചര്യം ഉണ്ടായി. സ്ത്രീകൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ പറ്റാത്ത കരച്ചിലായിരുന്നു മദീന പള്ളിയിലുണ്ടായത്. വിശ്വാസിക്ക് ഖുർആൻ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവന്റെ ഹൃദയം ലോലമാകും, അവന്റെ കണ്ണുകൾ നിറയും. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബ മുതശാബിഹം മഥാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي من يشاء ومن يضلل الله فما له من هاد. വിശ്വാസിയെ കുറിച്ച് അള്ളാഹിനെ പേടിക്കുന്നതിനെ കുറിച്ച് പറയാം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബൻ മുതശാബിഹൻ മഥാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ പക്കൽ നിന്ന് ഏറ്റവും നല്ല വാക്ക്, ആവർത്തിച്ചു വരുന്ന വാക്ക്, മുതശാബിഹായ വാക്ക് ഉള്ള ഖുർആൻ ഇറക്കിയിരിക്കുന്നു. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. പടച്ചോനെ പേടിക്കുന്ന ആൾക്കാർക്ക് ഈ ഖുർആൻ കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും എന്ന് പറയാം. രോമാഞ്ചം ഉണ്ടാവും. മാത്രവുമല്ല സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അവിടെ ഹൃദയം ലോലമായിട്ട് അവർ അള്ളാഹുവിനെ ദിക്റെടുക്കുന്ന അവസ്ഥയിലേക്ക്, പടച്ചോനെ ഓർക്കുന്ന അവസ്ഥയിലേക്ക്, ദീനിലേക്ക് അവർ തിരിച്ചു വരും. അതാണ് ഖുർആനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശ്വാസിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചാൽ അവരുടെ പ്രത്യേകത എന്താണ്? വജിലത് ഖുലൂബുഹും. അല്ലാഹ് കേട്ടാൽ അവരുടെ ഹൃദയം കിടുങ്ങും. അതല്ലേ വ്യഭിചാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മനുഷ്യ അള്ളാനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഓടി, അല്ലേ? മയ്യംനഉക മിന്നി. മരത്തിൽ കൊളുത്തിയിട്ട് മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന മുത്തുനബിയുടെ വാളെടുത്തിട്ട് ഒരാൾ ചോദിക്കുകയാണ്, മയ്യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. 3 തവണ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ വാള് കയ്യിൽ നിന്ന് ചാടി. അല്ലാഹ് ഇസ്മുൽ ജലാൽ. അല്ലാഹ് എന്ന് കേട്ടപ്പോ കയ്യിൽ നിന്ന് വാട് ചാടാണ്. വിശ്വാസിക്ക് അവന്റെ മുന്നിൽ അല്ലാഹ് എന്ന് പറഞ്ഞ വജ്ലത് ഖുലൂബുഹും, അവന്റെ ഹൃദയം പേടിച്ചു പറക്കും. അടുത്ത ഭാഗം എന്താ? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത ഈമാൻ ഇങ്ങനെ കൂടുന്നവർ. നിങ്ങൾ ഖുർആൻ, നിങ്ങൾ എത്ര ബുദ്ധിമുട്ടി, എത്ര വിഷമം, എത്ര സങ്കടം, വിഷയം വരുന്നുണ്ട്, അതിക്ക് കയറുന്നില്ല. ഉച്ചത്തിൽ ഖുർആൻ ഓതരുത് എന്ന് പറയാൻ കാരണം പരിസരത്തുള്ള സ്ത്രീകളും കുട്ടികളുമൊക്കെ അതിൽ ആകൃഷ്ടരാകുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എവിടെ കേൾക്കുന്നോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നത്, ഒച്ചയും ബഹളം ഉണ്ടാക്കണം. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഖൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഖുർആൻ കേൾക്കാൻ ഇടവന്നാൽ നിങ്ങൾ അതിലേക്ക് കാതു കൊടുക്കരുത്. നിങ്ങൾ അതിലേക്ക് കാതു കൊടുക്കരുത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കണം. ഖുർആനിന്റെ ശബ്ദം താഴ്ന്നു പോകാൻ നിങ്ങൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കണം. ഇതെന്തിനാണ്? കൂക്ക് വിളിക്കുന്നത് എന്തിനാ? കല്ലെറിയുന്നത് എന്തിനാ? ആളുകളെ അകറ്റി നിർത്തുന്നത് എന്തിനാ? പ്രോഗ്രാമിന് പോകരുതെന്ന് പറയുന്നത് എന്തിനാ? ഊരുവിലക്ക് നിശ്ചയിക്കുന്നത് എന്തിനാ? ഖബർസ്ഥാനിലേക്ക് അടുപ്പിക്കില്ലെന്ന് പറയുന്നത് എന്തിനാ? നിക്കാഹിന് രേഖ തരില്ലെന്ന് പറയുന്നത് എന്തിനാ? ആളുകൾ ഇതിലേക്ക് ആകൃഷ്ടരാകുമെന്ന് പേടിച്ചിട്ടാണ്. ഇസ്ലാം ഈസ് ദ റിലിജൻ ഓഫ് പീസ് എന്ന് പറയുന്നതിന് പകരം ഇസ്ലാം ഈസ് ദ റിലിജൻ ഓഫ് ടെററിസം എന്ന് പറയുന്നത് എന്തിനാ? ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് തടയാനാണ്. പഠിച്ചവരൊക്കെയും ഇതിന്റെ ആളുകളായിട്ടുണ്ട്.
ഇതിനെ പഠിക്കാൻ ശ്രമിച്ചവരൊക്കെയും ഇതിന്റെ വക്താക്കളായിട്ടുണ്ട്. ശത്രുക്കൾക്ക് പോലും സ്വാധീനമുണ്ടായിട്ടുണ്ട്. വലീദ് ഇബ്നു മുഗീറ ശത്രുക്കളുടെ തലതൊട്ടപ്പനാണ്. നല്ല ഫസാഹത്തും നല്ല ബലാഗത്തുമുള്ള തലമുതിർന്ന നേതാവാണ്. ഖുർആൻ കേട്ടിട്ട് അയാൾ എന്താ പറഞ്ഞത്? ഖുർആനിന് വല്ലാത്ത വശ്യതയുണ്ട്, ഖുർആനിന് വല്ലാത്ത ആസ്വാദനമുണ്ട്, ആ ഖുർആൻ ഉയരും, അതല്ലാത്തതൊക്കെ താഴും. മനസ്സിലായില്ലേ? ആരാ പറയുന്നത്? ശത്രുക്കളുടെ നേതാവാണ്. എന്നിട്ട് അയാൾ പറയാണ്, മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ ഭ്രാന്തൻ എന്ന് പറയുന്നു. ഭ്രാന്തും ഭ്രാന്തനെയും നമുക്ക് പരിചയമുണ്ട്. മുഹമ്മദ് പറയുന്നത് ഭ്രാന്തല്ല. മുഹമ്മദിന് സിഹിർ ബാധിച്ചതാണെന്ന് നിങ്ങൾ പറയുന്നു. സിഹിർ ബാധിച്ചവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിഹിർ എന്താണെന്ന് നമുക്കറിയാം. മുഹമ്മദിന് സിഹിർ ബാധിച്ചിട്ടില്ല. മുഹമ്മദ് കവിയാണെന്ന് നിങ്ങൾ പറയുന്നു. കവി ആരാണെന്നും കവിത എന്താണെന്നും നമുക്കറിയാം. നമ്മളതൊക്കെ പാടുന്ന ആൾക്കാരാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. മുഹമ്മദ് പറയുന്നത് കവിതയല്ല. ഇതാരാ പറയുന്ന അറിയോ? വലീദ് ഇബ്നു മുഗീറ ശത്രുക്കളുടെ നേതാവാണ്. ശത്രുക്കളുടെ നേതാവിന്റെ നാവിലൂടെയാ പറയുന്നത്. ഇനി നിങ്ങൾ മാക്സിമം വേണമെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് ഒറ്റൊന്നേ നിങ്ങൾക്ക് പറയാൻ അധികാരമുള്ളൂ. അതെന്താണ്? മുഹമ്മദിന്റെ വാക്കിൽ സിഹിറുണ്ട് നിങ്ങൾ പറഞ്ഞോളി. കാരണം മുഹമ്മദുമായി സംസാരിച്ച എല്ലാവരും ഇസ്ലാം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അതല്ലാത്ത നബിയെ കുറിച്ച് നിങ്ങൾ പറയുന്ന ദുരാരോപണങ്ങൾ മുഴുവനും അസ്ഥാനത്താണ് എന്ന് പറഞ്ഞപ്പോ ശത്രുപാളയം കിടുങ്ങി. അവർ പേടിച്ചു. തങ്ങളുടെ തലതൊട്ടപ്പനായ നേതാവ് പോലും സ്വാബിയായി, പുത്തൻവാദിയായി എന്ന് പറയാൻ അവർ തുനിഞ്ഞു. അവസാനം അബൂജഹല്, നല്ല വാചാലതയുള്ള ആളുകളെ കയ്യിലെടുക്കാൻ സ്കില്ലുള്ള വ്യക്തിയാണ്. തനിച്ച് ഇയാളെ കൊണ്ടുപോയി ഒരുപാട് ഓഫറുകൾ കൊടുത്ത് തിരുത്തി പറയിപ്പിക്കുക ചെയ്തത്. സൂറത്ത് മുദ്ദസിറിന്റെ ഇതിവൃത്തം വലീദ് ഇബ്നു മുഗീറ എന്ന അയാളെ കുറിച്ചാണ്. സത്യം ബോധ്യപ്പെട്ട വ്യക്തിയാണ് അയാൾ. എന്നിട്ടും അയാൾ ഇതിൽ നിന്ന് ഓടിയകന്നു. ശത്രുക്കൾക്ക് പോലും ഇതിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഉത്ബത്ത് ഇബ്നു റബീഅ നബിയെ കാണാൻ ചെന്നു. നല്ല ബുദ്ധിയുള്ള, കുശാഗ്ര ബുദ്ധിയുള്ള കൗശലക്കാരനാണ് ഉത്ബത്ത് ഇബ്നു റബീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു. നബിയെ ഒരുപാട് വാഴ്ത്തി, നബിയെ ഒരുപാട് പുകഴ്ത്തി, നബിക്ക് ഒരുപാട് ഓഫറുകൾ കൊടുത്തു. മുഹമ്മദ് നമുക്ക് കുഴപ്പങ്ങളില്ലാതെ സുന്ദരമായിട്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് മയക്കാനൊക്കെ ശ്രമിച്ചു. അയാളുടെ എല്ലാം പറഞ്ഞു കയ്യോളം റസൂലുള്ളാഹി ഫുള്ളും കേട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, കഴിഞ്ഞു പറഞ്ഞു. എനിക്ക് പറയണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് തലക്കന്ന് ഫസ്റ്റ് നിങ്ങളുടെ ഓതാൻ തുടങ്ങി. മനസ്സിലായില്ലേ? സൂറത്ത് ഫുസ്സിലത്ത് ആദ്യം മുതൽ കണ്ട് ഓതാൻ തുടങ്ങി. ഏതുവരെ? ആദിനും സമൂദിനും ഒക്കെ ഉണ്ടായ ശിക്ഷയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വഴിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് ബാധിച്ചതുപോലെ പടച്ചറബിന്റെ ശിക്ഷ നിങ്ങളെയും പിടികൂടും എന്ന് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, ഇഞ്ഞോതല്ലേ നിർത്താൻ പറഞ്ഞു. നിലത്ത് കിടന്ന അയാൾ ഉരുണ്ടു. ജാഹിലിയത്തിന്റെ വിശ്വാസപ്രകാരം ശാപവാക്ക് ബാധിക്കാതിരിക്കാനുള്ള അവരുടെ ഒരു വഴിയായിരുന്നു നിലത്ത് കിടന്നിങ്ങനെ ഉരുളുക എന്നുള്ളത്. അയാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയ്യിലെടുത്ത് മാറ്റി നബി ഖുർആനൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മൾ കൊടുത്ത രാജാധികാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവും എന്നുള്ള കാത്തിരിപ്പാണ് മക്കത്ത്. പോയ പോലെയല്ല തിരിച്ചു വരുന്ന, മുഖഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. കണ്ടപ്പോഴേ അവർ പറഞ്ഞു, ഉത്ബയും മുഹമ്മദിന്റെ വലയിൽ പെട്ടുപോയി. എന്താണോ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞത് അതേ വാക്കാണ് ഇയാളും ഖുർആൻ കേട്ടിട്ട് മക്കത്തെ നേതാക്കളോട് പോയിട്ട് പറഞ്ഞത്. ഇതൊരിക്കലും കള്ളക്കഥയല്ല, ഇതൊരിക്കലും ഭ്രാന്തന്റെ പിറുപിറുപ്പല്ല, ഇതൊരിക്കലും ഒരു സിഹിർ ബാധിച്ചവന്റെ ഏതെങ്കിലും തരത്തിലുള്ള പിച്ചിമ്പയും പറച്ചിലല്ല, ഇതേതെങ്കിലും തരത്തിൽ എവിടെന്നെങ്കിലും കിട്ടിയ അസാതീറുൽ അവ്വലീൻ കെട്ടുകഥയല്ല, ഇത് കവിതയല്ല, ഇത് കഥയല്ല, ഇത് ദൈവികമാണ്. ശത്രുക്കൾ പറയാം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ ഖുർആൻ സ്വാധീനിക്കാത്ത ആളുകളില്ലെന്ന് തന്നെ വേണം പറയാൻ. എത്ര ആളുകളെയാണ് മാറ്റിയത്? ഇന്നും മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജിയൻ അത് ഇസ്ലാമാണ്. ഏറ്റവും അതിവേഗതയിൽ കുതിക്കുന്ന മതം ഇസ്ലാമാണ്. ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുകയാണ്. ഒരു ഭാഗത്ത് ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറയുകയും മറുഭാഗത്ത് ദൈവപുത്രനും അതുപോലെ തന്നെ ത്രിത്വവും പറയുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മകമായ ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ ഖുർആൻ പഠിക്കാൻ സന്നദ്ധമാകുന്നത്. ജാതിയുടെ വർഗത്തിന്റെ വ്യത്യസ്ത കാസ്റ്റിന്റെ പേരിൽ ആളുകളെ വേർതിരിച്ച് വ്യത്യസ്ത തട്ടുകളാക്കി മാറ്റുമ്പോൾ മനുഷ്യനായി കാണുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന ഇസ്ലാം, അതിൽ ആളുകൾ ആകൃഷ്ടനാവുകയാണ്.
നിങ്ങളെല്ലാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾ പരസ്പര ഗോത്രങ്ങളായത്, വർഗങ്ങളായത് ലിതആറഫു, നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല റബ്ബിന്റെ അടുക്കൽ ആദരവ് കിട്ടുന്നവൻ ആരാണ്? സമ്പത്തല്ല, തറവാടല്ല, യോഗ്യതയല്ല, ഏതെങ്കിലും ഭൗതികമായ മാനദണ്ഡങ്ങളല്ല, മറിച്ച് അത്ഖാക്കും, പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവരാരാണോ അവർക്കാണ് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളതെന്ന് പറയുന്ന ആ ഏറ്റവും നല്ല സാമൂഹികമായ മൂല്യം കൈമാറുന്ന ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷ്ടരാവുകയാണ്. സഹോദരന്മാരെ, ഹൃദയത്തെ തട്ടി ഉണർത്തുന്ന ഈ ഗ്രന്ഥം നമ്മുടെ ഹൃദയത്തെ തട്ടി ഉണർത്തുന്നുണ്ടോ എന്ന ചിന്തയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഹൃദയത്തെ തട്ടി ഉണർത്തുന്നുണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ ആളുകളെ സ്വാധീനിക്കുന്നത്? എന്തുകൊണ്ടാണ് ഖുർആൻ ആളുകളെ സ്വാധീനിക്കുന്നത്? ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ ആവർത്തിച്ച് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യവും വ്യക്തവുമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഖുർആന്റെ പ്രത്യേകത. അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് പറയുന്നത് ഖുർആൻ, വഇലാഹുകും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض അള്ളാനെ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ആകാശവും ഭൂമിയും രാപ്പകലുടെ മാറി മറിച്ചിലും നിങ്ങൾക്ക് പടച്ച റബ്ബ് കരയിലും കടലിലും കീഴ്പ്പെടുത്തി തന്നതും മഴയിറക്കുന്നതും വിത്ത് മുളപ്പിക്കുന്നതും എല്ലാമായത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ആർക്കും ഇത് മനസ്സിലാവും? ഏതൊരാൾക്കും മനസ്സിലാവും. ഒരു ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത, കാണാത്ത, കേൾക്കാത്ത ഒന്നിനെ നിങ്ങൾ ആരാധിക്കണമെന്നല്ല പറയുന്നത്. നമ്മെപ്പോലുള്ള പച്ചയായ മനുഷ്യന്മാരെ മരണത്തിന് ശേഷം അവരെല്ലാം ചെയ്യും, അവരാണ് നമുക്ക് കാവൽ, അവർ സംരക്ഷിക്കും, കുപ്പിക്കകത്ത വസ്തുവിനെ പോലെ എല്ലാം കാണും എന്നൊന്നും പറയാനല്ല ഇസ്ലാം പറഞ്ഞത്. ആകാശത്തെ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, അങ്ങനെ തുടങ്ങി സകലതിന്റെയും ഉടമസ്ഥനാരാണോ അവനാണ് ആരാധന അർഹിക്കുന്നത്. അപ്പോൾ അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധന അർഹിക്കുന്നത് എന്നത് വസ്തുനിഷ്ഠമായി തെളിയിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, എതിരാളികളുടെ, ഇസ്ലാമുമായി എതിരിട്ട് നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും അവരെ നിന്ദിക്കാതെ, അപഹസിക്കാതെ, ചീത്ത വിളിക്കാതെ മാന്യമായി അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കിയത്. ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാന വതഖ്ലുഖൂന ഇഫ്കൻ ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖൻ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ് വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നാൽ നിങ്ങൾ പടച്ചറബ്, നിങ്ങളുടെ ഉപജീവനം ഉടമപ്പെടുത്തിയത് പടച്ചറബ്, നിങ്ങൾ ഉപജീവനം ചോദിക്കുന്നത് പടച്ചറബിനോട്, പക്ഷെ നിങ്ങൾ ആരാധിക്കുന്നത് ഇതൊന്നും ചെയ്തു തരാത്ത ആൾക്കാരോട്. അതുകൊണ്ട് വഅബ്ദൂ വഷ്കുറൂ ഇലൈഹി തുർജഊൻ. നിങ്ങൾക്ക് ആരാണോ റിസ്ക് ഇറക്കി തരുന്നത്, നിങ്ങൾ ആരോടാണോ റിസ്ക് ചോദിക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ ആരാണോ ഉടമപ്പെടുത്തിയത് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനോട് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കാവൂ, അവനിലേക്കാണ് നിങ്ങൾക്ക് മടങ്ങി ചെല്ലാനുള്ളത്. എത്ര വ്യക്തമാണ്, എത്ര വ്യക്തമായിട്ട് പറയണേ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ ശകാരിക്കുകയോ ചീത്ത പറയുകയോ ഒന്നല്ല ചെയ്യുന്നത്. വലാത്തസുബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുക്ക് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെയും നിങ്ങൾ ചീത്ത വിളിക്കരുത്. അവർക്ക് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 4 തവണയാണ് ഉപ്പയെ യാ അബതി യാ അബതി യാ അബതി യാ അബതി എന്ന് വിളിച്ചത്. യാ അബി എന്ന് വിളിച്ചാൽ മതി.
മനസ്സിലായോ? ബാപ്പനോടുള്ള സ്നേഹം കാണാൻ നിഷേധികൾ പറയുന്നത് വഖാലൽ മസീഹു യാ ബനീ ഇസ്രായീൽ അബ്ദുല്ലാഹ് റബ്ബി വറബ്ബുക്കും ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. സത്യനിഷേധികളായ ആളുകൾ പറയാണ് മസീഹ് ഇബ്നു മറിയമാണ് അല്ലാഹു. ഈസാ നബിയാണ് അല്ലാഹ് എന്നാണ് അവർ പറയുന്നത്. അല്ലാഹ് അവരെ പഠിപ്പിക്കുന്ന രൂപം കണ്ടോ? അല്ലാഹ് അവരെ പഠിപ്പിക്കുന്ന രൂപം വഖാലൽ മസീഹു. എന്നാൽ ഈസ പറഞ്ഞത് എന്താണ്? യാ ബനീ ഇസ്രായീൽ അബ്ദുല്ലാഹ് റബ്ബി വറബ്ബക്കും. ഹേ ബനൂ ഇസ്രായേലുകാരെ, നിങ്ങൾ നിങ്ങളുടെയും എന്റെയും സൃഷ്ടാവായ അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ. കണ്ടോ? അപ്പൊ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റിനെ അല്ലാഹ് തിരുത്തിയ രീതി അവരെ ചിന്തിപ്പിക്കുക. ഈസാ നബി പറഞ്ഞത് അള്ളാഹിനെ ആരാധിക്കാൻ, പിന്നെ നിങ്ങൾ എങ്ങനെ പറയും ഈസനെ ആരാധിക്കണം? എത്ര വ്യക്തമാണ് അല്ലേ? അതാണ് ഖുർആനിന്റെ ശൈലി, ഖുർആൻ ആളുകളെ സ്വാധീനിക്കാനുണ്ടായ കാരണം. മൂന്നാമത്തെ സുഹൃത്തുക്കളെ, ഏത് തട്ടിലുള്ള ആൾക്കാർക്കും കാര്യം മനസ്സിലാവും. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ? മഴ പറഞ്ഞില്ലേ? പച്ച മരത്തിൽ നിന്ന് തീ ഉണ്ടാക്കി അല്ലേ? നിങ്ങൾ കത്തിക്കുന്ന തീയിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് പച്ച മരത്തിൽ നിന്ന് ഉണ്ടാക്കിയത്? അതല്ല നാമാണോ? പണ്ഡിതന്മാർ പറയാം, നിങ്ങൾക്ക് ആർക്കും ഇത് അറിയില്ലെങ്കിലും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഉമ്മക്ക് ഇത് ശരിക്കും മനസ്സിലാവും. വിറക് കത്തല്ലേ പച്ചമരം അല്ലേ? ഇന്ധനം പോലെ കത്തല്ലേ മരം? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഉപയോഗിച്ച ശൈലി എല്ലാവർക്കും, ചില ആൾക്കാർക്കെങ്കിലും വിശ്വാസമുണ്ട് ഞമ്മക്കൊന്നും ഇത് മനസ്സിലാവില്ല, ഇതൊക്കെ അറബി കോളേജിൽ പഠിച്ചവർക്കേ മനസ്സിലാവുള്ളൂ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ലോണം പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ഞാൻ അന്നേ എഴുതില്ല, അന്നേ എനിക്ക് എല്ലാത്തിനും 2 മാർക്കാണ്, എല്ലാത്തിനും ഞാൻ തോൽക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തടി കഴിച്ചിലാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഖുർആൻ അതിലൊന്നും നിങ്ങൾ പെടുത്തരുത്. ഖുർആൻ അള്ളാഹ് എളുപ്പമാക്കിയത് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. മനസ്സിലായത്? അതാണ് ഖുർആനിന്റെ ശൈലി എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാ സംശയങ്ങളുടെയും നിഗൂഢത മറ നീക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് സ്വാധീനിക്കണം, നമ്മെ അത് മാറ്റണം. ഒരുപാട് ആൾക്കാരെ മാറ്റി, പക്ഷെ നമ്മെ അത് മാറ്റണം. എന്തുകൊണ്ടാണ് നമുക്കത് സ്വാധീനിക്കാത്തത്? പണ്ഡിതന്മാർ പറയാണ്, നമ്മളും ഖുർആൻ തമ്മിൽ നന്നായിട്ട് അകന്നു പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സ് ഹറാമായ പലതും ചെയ്തിട്ട് കടുത്തു പോയിട്ടുണ്ട്, രോഗമായിട്ടുണ്ട്. ഖുർആനിന്റെ കാര്യത്തിൽ നല്ലൊരു അശ്രദ്ധ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ മറ്റു കാര്യത്തിൽ ഭയങ്കര തിരക്കിലാണ് അല്ലെ? ജോലി, മറ്റു കാര്യങ്ങളിൽ ഭയങ്കര എൻഗേജ്ഡാ. മാത്രവുമല്ല ഖുർആന്റെ തഫ്സീർ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ബാക്കിലാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, ഇമാം ഇബ്നു ജരീർ അത്തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ ഈ മനുഷ്യന്മാരെ കുറിച്ച് അത്ഭുതപ്പെടുകയാണ്. ഓരങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ അവർക്കാർക്കും അറിയില്ല എന്താണ് ഈ ഓതുന്നത് അല്ലെ, ഇതിന്റെ തഫ്സീർ എന്താണെന്ന് അറിയാതെ ഖുർആൻ അങ്ങനെ ഓതുന്ന ആൾക്കാരെ കുറിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. കൈഫ യതലദ്ദു ബിഖിറാഅതിഹി, എങ്ങനെയാണ് അവരവരുടെ ഖിറാഅത്തിനെ ആസ്വദിക്കുന്നത് എന്ന് എനിക്ക് അത്ഭുതമുണ്ട്. നമ്മളിപ്പോൾ അർത്ഥം അറിയാതെ ഓതണേ, അർത്ഥവും വിശദീകരണവും അറിഞ്ഞിട്ട് ഓതുമ്പോൾ വേറൊരു ലെവലിലേക്ക് നമ്മൾ എത്തും. ന്യൂജന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഇമാം അങ്ങനെ കരയും, നമ്മൾ ചിന്തിക്കും എന്തിനാ ഇങ്ങനെ കരയണേ, കടം എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, വീട്ടിലാക്കിയതിന് വിഷമമുണ്ടോ, പാവം അല്ലേ, എന്തിനാ ഇപ്പൊ കരയണേ, ഒന്നും കൂടെ ഒരു റേഞ്ച് ആക്കാൻ വേണ്ടി കരയാണോ അല്ലേ? അർത്ഥം മനസ്സിലാക്കിയിട്ട് കരയാണ്. അർത്ഥം മനസ്സിലാകുമ്പോഴാണ് ഖുർആൻ നമ്മളെ സ്വാധീനിക്കുക. വ്യഭിചരിക്കാൻ വീട്ടുകോലായിൽ ചെന്ന് നിന്ന ആളെ ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ആശയം തഫ്സീർ മനസ്സിലായിട്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആ ഖുർആൻ പഠിക്കണം. ഖുർആനെ സ്വാധീനിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം, മുദാവമ ഫി തിലാവത്തി, നല്ലോണം പാരായണം ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓതുമ്പോൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മനസ്സിനെ അവിടെ തന്നെ വെച്ചിട്ട് മനസ്സിന്റെ സാന്നിധ്യത്തോടെ ഓതുക. അപ്പോഴേ നമുക്കതിൻ്റെ ഉപകാരം കിട്ടുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല ഉച്ചത്തിൽ ഭംഗിയായിട്ട് ഓതുക, ഉച്ചത്തിൽ ഭംഗിയായിട്ട് ഓതുക. ഇബ്നു അബ്ബാസ് പറയണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫീ ഹുജ്റതിഹി ഫയസ്മഉ ഖിറാഅതുഹു മൻ കാന ഖാരിജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹുജ്റയിൽ നിന്ന് ഉറക്കെ ഓതുമായിരുന്നു, പുറത്തു നിന്ന് ആളുകൾക്ക് അത് കേൾക്കാമായിരുന്നു. അപ്പോൾ മുമ്പൊക്കെ വീടുകളിൽ നന്നായിട്ട് ഓതിയിരുന്നു അല്ലേ, ഇപ്പം ആർക്കും ഒഴിവില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഓതണം.
ഉച്ചത്തിൽ ഓതണം. ശൈത്താൻ ഓടും, നമുക്ക് ഖുർആന്റെ ഹലാവത്ത് കിട്ടും. മാത്രവുമല്ല ഓരോ ആയത്തും എന്താണ് പറയുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. മാത്രമല്ല എന്നോടാണ് ഈ സംസാരിക്കുന്നത്. സ്വഹാബത്ത് പറയും യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി കേൾക്കുമ്പോൾ ഞങ്ങൾ കാതു കൂർപ്പിച്ച് നിൽക്കും. കാരണം നമ്മളാണല്ലോ വിശ്വാസികൾ, അല്ലെ? വിശ്വാസികളെ എന്ന് വിളിച്ച ആരെയാ? നമുക്ക് സ്പെസിഫിക് ആണ്. അതുകൊണ്ട് ഞങ്ങൾ കാത് കൂർപ്പിച്ച് നിൽക്കും എന്നവർ പറയുമായിരുന്നു. അപ്പൊ നമുക്കിത് സ്വാധീനിക്കണമെങ്കിൽ ഓരോ ആയത്തും എന്നോടാണ് സംസാരിക്കുന്നത് എന്ന ബോധത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം അൽ ഹിർസു അലാ തദബ്ബുരി ആയാതിഹി വ മഅരിഫത്തി മആനി. അർത്ഥം പഠിക്കാനും വിശദീകരണം പഠിക്കാനും നമുക്ക് താല്പര്യമുണ്ടാകണം. റസൂൽ 10 ആയത്തെടുക്കും, ഞങ്ങൾ എന്നിട്ട് ഓരോ ആയത്തെടുത്ത് ഇങ്ങനെ ആലോചിക്കും, അതിലെന്താ വിശ്വാസമുള്ള, അതിലെന്താ കർമ്മമുള്ള, അതിലെന്താ സ്വഭാവമുള്ളത്, എന്നിട്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ട് 2ാമത്തെ ആയത്തെടുക്കും. അങ്ങനെയാണ് സ്വഹാബത്ത് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല അതിൽ കഥകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. അതിലൊക്കെയുള്ള പാഠങ്ങൾ, ഉപദേശങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ നമ്മയും ഖുർആൻ സ്വാധീനിക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. 7ാമത്തെ കാര്യം, അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാം. ദീനിന്റെ ഖുർആനിന്റെ വിഷയത്തിൽ നമ്മളെ തെറ്റിക്കുന്ന മ്യൂസിക്, അനാവശ്യങ്ങൾ, എന്തിനാ വെറുതെ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാ സാധനവും ഇൻസ്റ്റാൾ ചെയ്യും, എന്നിട്ട് അങ്ങനെ കണ്ടിരിക്കും. യൂട്യൂബ്, എന്തിനാ ഈ യൂട്യൂബ്, എന്തിനാ ഈ ഫേസ്ബുക്ക്, എന്തിനാ ഈ ഇൻസ്റ്റാഗ്രാം? അതിൽ ഓരോരുത്തർ ചവറ് കണക്കിന് കൂട്ടിയിടും. നമ്മളതങ്ങനെ കണ്ടില്ലേ? ഇത് കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടം. നമ്മൾ വിചാരിച്ച് നമ്മക്കാ നഷ്ടം, നമ്മക്കല്ല ഓന നഷ്ടം. കാരണം നമ്മൾ കണ്ടാലും ഓരോ പൈസ കയറുള്ളൂ അക്കൗണ്ടിൽ. മനസ്സിലായോ? അപ്പൊ നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ സമയം, എത്ര സമയമാണ് ഫോണിൽ നമ്മൾ ചിലവാക്കുന്നത്? മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടും യൂട്യൂബിലിട്ട വീഡിയോസ് നോക്കിയിട്ടും നമുക്ക് എന്തെല്ലാം ചെയ്യാണ്ട്, നമുക്ക് എന്തെല്ലാം പഠിക്കാണ്ട്. അള്ളാന്റെ കലാമിലെ 6000 ചില്ലാനം ആയത്ത്, ഓരോ ആയത്തെടുത്ത് പഠിച്ചു നോക്കി, ജീവിതത്തിൽ എല്ലാ സങ്കടവും പോകും. ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നമുക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അതിന് ആകാശം ഇടിഞ്ഞു വീണാലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. ഉഹദിൽ പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു പോരുക സ്വഹാബത്ത്. ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ശത്രുക്കൾ ഇനിയും വരാൻ നിൽക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ വിശ്വാസികൾ ആകെ പേടിച്ച് വിറച്ചു. നല്ല ഖുർആൻ പറഞ്ഞത്, അവർക്ക് ഈമാൻ കൂടി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, ശത്രുക്കൾ തിരിച്ചു വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. മനസ്സിലായോ? ആ ഒരു ദർജയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഖുർആനിന്റെ ഉള്ളകങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം സഹോദരന്മാരെ. അപ്പൊ നമ്മളെയും ഖുർആൻ സ്വാധീനിക്കും. ഖുർആൻ